എന്തോ പറഞ്ഞ യാഗം അർപ്പിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അബ്രഹാമിന്റെ ലൈഫിനകത്ത് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ കർത്താവ് അവന് നന്മ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യത്തിലാണ് അവർ ഇരുവരും ഒരുപോലെ വിഷമിച്ചത്. സ്വന്തമായി അവകാശികളില്ല, സ്വന്തമായി തലമുറകളില്ലാത്തതിന്റെ പേരിൽ ഒത്തിരി ഭാരപ്പെട്ടതായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ മമ്രയുടെ തോപ്പിനകത്ത് ഇറങ്ങി വന്ന ദൂതന്മാര് സാറയോടും അബ്രഹാമിനോടായിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് അടുത്ത ആണ്ടിൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിനക്കൊരു കുഞ്ഞിനെ, ഒരു മകനെ നൽകും എന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. അതിനുശേഷം അവിടെ നടക്കുന്ന 25 വർഷങ്ങൾക്ക് ശേഷം ഒരു മകൻ ഉണ്ടാകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നന്മകൾ ലഭിച്ചിട്ട് പോലും വിഷമിച്ചിരുന്നൊരു മേഖല, തലമുറകൾ ഇല്ലാതിരുന്നൊരു മേഖലയാണ്. ആ മേഖലയെ കർത്താവ് വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിച്ച് കൊടുത്തിട്ട് സാറ തന്നെ അവളുടെ വായ കൊണ്ട് പറഞ്ഞു, ഇവിടെ എനിക്ക് സന്തോഷം ഉണ്ടാക്കി. ഈ ഒരു സന്തോഷത്തെ നല്ല രീതിയിൽ അനുഭവിച്ചു വരുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നിന്റെ ഏകജാതനായ മകനെ യാഗം അർപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിനകത്ത് കർത്താവ് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി മറുപടി നൽകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത് മറ്റൊരാൾക്ക് കൊണ്ടേ കൊടുക്കണം. നമ്മളാണെങ്കിൽ ചെയ്യും, നമ്മളാണെങ്കിൽ ചെയ്യത്തില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, അവന്റെ അവകാശി എന്ന് പറഞ്ഞ് ദൈവം കൊടുത്ത മകനെ തന്നെ കർത്താവ് എടുത്തു പറയുവാണ്, നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ നീ യാഗം അർപ്പിക്കണം. വചനം ഇങ്ങനെ പറയുന്നു, അതിരാവിലെ എഴുന്നേറ്റ് വിറകുകൾ കീറി അവൻ യാഗത്തിന് വേണ്ടി പുറപ്പെട്ടു. കാരണം അബ്രഹാമിന്റെ ലൈഫിനകത്ത് അബ്രഹാം കണ്ടിരിക്കുന്നത്, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ അബ്രഹാമിന് എൻകൗണ്ടറുകൾ സംഭവിച്ചിട്ടില്ല. അബ്രഹാം ആകെ കേട്ടിട്ടുള്ള കർത്താവിന്റെ വോയിസ് ആണ്. അതുകൊണ്ട് അബ്രഹാം അത് അനുസരിക്കും. മോറിയ മലയിൽ 3-ാം ദിവസം എത്തുന്നു. മോറിയ മലയുടെ താഴെ മോറിയ ദേശത്തിൽ എത്തുമ്പോൾ അവന്റെ കൂടെ 2 ബാല്യക്കാരെ കൂടെ